വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ലാസ്റ്റ് മിനിറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ സെലിബ്രേഷൻ ആയിട്ടോ എന്തിനായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്നൊരു ലാസ്റ്റ് മിനിറ്റിലൊരു കേക്ക് വേണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ വെറും 5 മിനിറ്റിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളത് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ അകത്ത് സ്പഞ്ചല്ല യൂസ് ചെയ്യുന്നത്, ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 4 വൈറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന കേക്ക് റൗണ്ട് കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെയുള്ള ഒരു റൗണ്ട് പാത്രം എടുത്തിട്ടുണ്ട്. ഷാർപ്പ് എഡ്ജസ് ഉള്ള പാത്രമാണ്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഈ ബ്രെഡിൻ്റെ അകത്തുനിന്ന് റൗണ്ട് പീസിൽ 4 പീസ് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതാ കണ്ടല്ലോ, ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡൊക്കെ കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് സോക്ക് ചെയ്തിട്ടെടുക്കണം. സാധാരണ നമ്മൾ കേക്ക് സ്പഞ്ച് ഷുഗർ സിറപ്പിലാണ് സോക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇതിന് കുറച്ചൊരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ജ്യൂസ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളത് സോക്ക് ചെയ്യേണ്ടത്. ഏതെങ്കിലും ബോട്ടിൽ ജ്യൂസോ അല്ലെങ്കിൽ വീട്ടിലടിച്ച ജ്യൂസോ ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സ്ട്രോബെറിയുടെ മിൽക്ക് ഷേക്കാണ്. അപ്പം കുറച്ചൊരു ആ ഒരു മിൽക്ക് കേക്കിൻ്റെ ഒരു ഫ്ലേവറും കൂടെ ഇതിനകത്ത് കിട്ടും. ഈ 4 ബ്രെഡിൻ്റെ സ്ലൈസ് നമുക്കിതുപോലെ ഒന്ന് സോക്ക് ചെയ്തിട്ടെടുക്കാം. ഒരുപാടൊന്നും സോക്ക് ചെയ്യേണ്ട, അപ്പോൾ വല്ലാതെ കുതിർന്നു പോവും. എന്നിട്ട് ചെറിയൊരു പ്ലേറ്റിൻ്റെ മേലെ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കുക. അതിൻ്റെ മേലെ ആദ്യത്തെ ലെയർ നമ്മുടെ ബ്രെഡിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. അതിനുശേഷം വിപ്ഡ് ക്രീം നമുക്കിതുപോലെ ഒരു ലെയർ തേച്ച് കൊടുക്കാം. ഞാനിപ്പം ഉപയോഗിച്ചിട്ടുള്ളത് മാക്ടോപ്പിൻ്റെ വിപ്ഡ് ക്രീമാണ്. നിങ്ങൾക്കിപ്പോൾ ഫ്ലേവറുള്ള വിപ്പിംഗ് ക്രീം വേണമെന്നുണ്ടെങ്കിൽ ഈ വിപ്പിംഗ് ക്രീം അടിക്കുന്ന സമയത്ത് കുറച്ച് ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി കട്ട് ചെയ്തതും കൂടെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗറിൽ കുക്ക് ചെയ്തിട്ടുള്ള സ്ട്രോബെറി ഇടാം, ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ഇടാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള സ്ട്രോബെറി മിൽക്കിൻ്റെ ഫ്ലേവർ ആയതുകൊണ്ടാണ് ഞാൻ ഇടയിൽ സ്ട്രോബെറി ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ കുക്ക് ചെയ്യാനൊന്നും നിന്നിട്ടില്ല, കാരണം നമ്മളൊരു ലാസ്റ്റ് മിനിറ്റ് കേക്കല്ലേ ഉണ്ടാക്കുന്നത്, പെട്ടെന്ന് കഴിയണമല്ലോ. ഞാൻ അടുത്ത ലെയർ ബ്രെഡിൻ്റെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം വിപ്പിംഗ് ക്രീമും സ്ട്രോബെറി പീസസൊക്കെ ഇട്ടിട്ട് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അങ്ങനെ നമുക്ക് 4 ബ്രെഡും ഇതേപോലെ തന്നെ ചെയ്യാം. ലാസ്റ്റ് കുറച്ച് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് ഞാൻ മുകൾ ഭാഗം സൈഡിലൊക്കെ ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സാധാരണ പോലെ തന്നെയാണ് കേക്ക് എങ്ങനെയാണോ നമ്മൾ ഐസിങ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. ഒരുപാടൊന്നും വിപ്പിംഗ് ക്രീം വേണ്ട, കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രെഡല്ലേ, അപ്പം ബ്രെഡിൻ്റെ നല്ല തിൻ ലെയർ ആയിരിക്കും. അപ്പം ക്രീം ഒരുപാടായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്രീമിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. തിൻ ലെയർ കൊടുത്താൽ മതി. ഞാൻ ബാക്കി ഉണ്ടായിരുന്ന വിപ്പിംഗ് ക്രീമിൽ കുറച്ച് റെഡ് ഫുഡ് കളർ ചേർത്തിട്ട് ഇതുപോലെ ഒരു ലൈറ്റ് പിങ്ക് കളറാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയൊരു സ്റ്റാർ നോസിൽ ഇട്ടിട്ടുണ്ട്. അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമുക്കിതുപോലെ ചെറിയൊരു ഡിസൈന് നമ്മുടെ കേക്കിൻ്റെ മേലെ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ ഒരു സെലിബ്രേഷൻ കേക്കൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേണമല്ലോ. അപ്പോൾ ഞാൻ എന്താ ചെറിയ ഒരു റൗണ്ട് ടിപ്പ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഡിസൈനും നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ എഴുതണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എഴുതാം. ഞാനിപ്പോൾ വെറുതെ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളൊരു ഡിസൈനിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് ഞാൻ ചെറുതായിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ഡോട്ട്സും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയുള്ള പരിപാടി, വളരെ ഈസി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. കേക്ക് എന്ന് നമുക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല, കാരണം നമ്മളിതിൽ ബ്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്, സ്പഞ്ചല്ല. പക്ഷേ ലാസ്റ്റ് മിനിറ്റിലൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ തീർച്ചയായിട്ടും അറിയിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. Thank you for watching.